രണ്ട് ദിവസം 3 സ്ഥലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം മാനവീയം വീതിയിൽ, 2 ബാലുശ്ശേരിയിൽ, 3 എറണാകുളത്ത്, 3 സ്ഥലത്ത് ബീഫ് ഫെസ്റ്റ് നടത്തി. 3 സ്ഥലത്ത് നടത്തിയപ്പോൾ തന്നെ SFIക്ക് മനസ്സിലായി ഇത് തിരിച്ചടിക്കും. അവർ ഉടനെ മതിയാക്കി. തിരുവനന്തപുരത്ത് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും ചില സിനിമ സീരിയൽ നടന്മാരും ഒക്കെ കൂടെ ചെന്ന് ബീഫ് കഴിച്ചു. അത് ബീഫ് കഴിച്ചു എന്ന് പറയുമ്പോൾ അത് ഗോമാംസമാണോ, കാളയുടെ മാംസമാണോ, പോത്തിൻ്റെ മാംസമാണോ, എരുമയുടെ മാംസമാണോ ഒന്നും അറിയത്തില്ല. പശുവിൻ്റെ മാംസം വളരെ കുറച്ചേ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടാറുള്ളൂ. കൂടുതൽ പോത്തിൻ്റെ ഇറച്ചിയും എരുമയുടെ ഇറച്ചിയും അതുപോലെ തന്നെ കാള ഇറച്ചിയാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. എല്ലാം ബീഫിലാണ് പോകുന്നത്. എന്തേ നിർത്തിക്കളഞ്ഞത്? ഇതിനിടയിൽ ശിവൻകുട്ടിയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ശിവൻകുട്ടി വളരെ സെലക്റ്റീവാണ്. ശിവൻകുട്ടി സാറേ, നിങ്ങൾ പറഞ്ഞു മറ്റുള്ളവർ ചാണകം കഴിക്കുമ്പോൾ, നിങ്ങൾ ചാണകം കഴിക്കുമ്പോൾ ഞങ്ങൾ ബീഫും മട്ടനും ചിക്കനും കഴിക്കും. എന്നാൽ അതിൻ്റെ കൂടെ മധ്യ കേരളത്തിലെ, പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി ജില്ലകളിലെ മലയോര പ്രദേശങ്ങളിൽ ആളുകൾ ഉൾപ്പെടെ വ്യാപകമായി കഴിക്കുന്ന ഒരു ഇറച്ചിയാണ് പന്നിയിറച്ചി. എന്തേ ശിവൻകുട്ടി സാറേ പന്നി ഇറച്ചി കഴിക്കുമെന്നൊരു വാക്കിടാത്തതിനകത്ത്? പോർക്ക് ഇറച്ചി കൂടി കഴിക്കുമെന്ന് ഇടാതെത്തന്നെ, താറാവ് കഴിക്കുമെന്ന് ഇടാതെത്തന്നെ. കാരണം താറാവും പോർക്കുമൊന്നും ചില വിഭാഗങ്ങൾ ഇവിടെ കഴിക്കില്ല എന്ന് മാത്രമല്ല, പന്നി എന്ന് കേട്ടാൽ ചിലർക്ക് ഹറാമാണ്. ഇത് വളരെ കൃത്യമായി അറിയാവുന്ന ആളാണ് ശിവൻകുട്ടി. ഈ ശിവൻകുട്ടിയും അതുപോലെ തന്നെ ഇടതുപക്ഷ CPM-ഉം, ഇടതുപക്ഷത്തിൽ CPM പറഞ്ഞാൽ മതി. CPIക്ക് ഇതിനൊന്നും സമയമില്ല, അവർ വേറെ ലോകത്താണ്. അതുകൊണ്ട് അവർക്ക് ഇതിനൊന്നും സമയമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയം ഇതുപോലെ എടുത്തുകൊണ്ട് വരും. സംഭവിച്ചത് എന്താണെന്നറിയാവോ? സംഭവിച്ചത് നാഷണൽ ലെവലിൽ വളരെ വലിയ തോതിലാണ് ഇൻ്റർനാഷണൽ തലത്തിലും ആഗോളതലത്തിലും ദേശീയ തലത്തിലും കേരളത്തിനെതിരെയുള്ള വെറുപ്പിൻ്റെ കഥകൾ പറഞ്ഞ് പ്രചരിച്ചു തുടങ്ങിയത്. കേരളം ഇതാ അതീവ ഗുരുതരമായ പ്രീണനത്തിൻ്റെ, ഒരു വിഭാഗത്തിനെ പ്രീണിപ്പിക്കുന്നതിൻ്റെ കഥയാണെന്ന് പറഞ്ഞ് അതീവ ഗുരുതരമായ രീതിയിലാണ് കേരളത്തെ ഒറ്റപ്പെടുത്തുന്നത്. കേരളത്തിൽ ആരും പോയി പഠിക്കരുതേ, ആരും ടൂറിസ്റ്റുകളായി പോകരുതേ, കേരളത്തെ ഒറ്റപ്പെടുത്തണം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ കേരളത്തോടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു ചിത്രം ശരിക്കും MSFും മുസ്ലിം ലീഗും ഒക്കെ പറഞ്ഞതാണ് കറക്റ്റ് ചിത്രം. എന്താണ് പിന്നെ ഒരു വിഭാഗം ആളുകൾ ആരാധനയോടുകൂടി കാണുന്നതല്ലേ പശുവിനെ ഗോമാതാവെന്ന് അവർ ഗോശാലകൾ നടത്തുന്നു. വളരെ ആദരവോടുകൂടി ബഹുമാനിക്കുന്ന പശു എന്ന് പറയുന്ന ഒരു മൃഗത്തെ അത് കഴിച്ചാലും ആ കഴിക്കുന്നതിനുപരിയായി അതിൻ്റെ പേരിൽ പ്രൊപ്പഗാൻഡകൾ നടത്തി ഏതെങ്കിലും ഒരു വിഭാഗത്തെ തെറി പറയാൻ പറ്റുമ്പോൾ ആ വിഭാഗത്തിൻ്റെ മതവും വിശ്വാസവും ആത്മീയതയും എല്ലാം വ്രണപ്പെടുത്തി അതിലൊരു സുഖം കണ്ടെത്തി ഇപ്പുറത്ത് നിൽക്കുന്ന വിഭാഗത്തെ കൂടെ നിർത്താൻ ശ്രമിച്ചിട്ട് നിങ്ങൾ എത്ര കാലം കൊണ്ട് ശ്രമിക്കുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിരലനക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സമ്പൂർണ്ണ സാക്ഷരത നടന്നപ്പോൾ മൊത്തം സാക്ഷരരാകാതെ, ഞാൻ അന്ന് റിസോഴ്സ് പേഴ്സൺ കൂടിയാണ്, അതുകൊണ്ട് എനിക്ക് കുറേ കൂടി ആധികാരികമായിട്ട് പറയാൻ പറ്റും, മുഴുവൻ സമ്പൂർണ്ണ സാക്ഷരരാകാതെ AKG സെൻറ്ററിൽ ഇരുന്നു കൊണ്ട് ഇപ്പം ഈ ഇലക്ഷനിൽ ഇത് പ്രഖ്യാപിച്ചാൽ മാത്രമേ നമുക്ക് ഗുണം വരുവുള്ളൂ എന്ന് പറഞ്ഞ് മലപ്പുറത്ത് പോയി മലപ്പുറത്തെ BVയെ കൊണ്ട് സാക്ഷരത പ്രഖ്യാപിച്ചു. പക്ഷേ BVയെ കൊണ്ട് സാക്ഷരത പ്രഖ്യാപിച്ചപ്പോൾ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ, MP പരമേശ്വരൻ്റെ നേതൃത്വത്തിൽ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കുറിപ്പ് AKG സെൻറ്ററിലും EMSനും നയനാർക്കും കൊടുത്തിരുന്നു. എന്താണെന്നറിയാവോ? ഈ തെരഞ്ഞെടുപ്പോടുകൂടി നമ്മൾ മലപ്പുറത്ത് ഇടിച്ച് കയറുകയാണ്. സാക്ഷരതയോടുകൂടി ഇടിച്ചുമില്ല, കയറിയുമില്ല. അവിടെ ആ സാക്ഷരത പ്രഖ്യാപിച്ച ഉമ്മയുണ്ടല്ലോ, ഉമ്മ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉമ്മയോട് പത്രപ്രവർത്തകരാരോ, ഇന്ന് ഇത്രയും ചാനലില്ല, അന്ന് ഇത്രയും ചാനലില്ല, പക്ഷേ ഏതോ ചാനലിൽ ചെന്ന് ചോദിച്ചു, സോഷ്യൽ മീഡിയ ഇത്ര സജീവമല്ല, ചോദിച്ചു ഉമ്മയുടെ വോട്ടിനി ആർക്കാണ് കൊടുക്കുക? ഇങ്ങനെ നിങ്ങൾ ഇലക്ഷനിക്ക് ഇത് സാക്ഷരതയൊക്കെ പ്രഖ്യാപിച്ചല്ലോ, നിങ്ങൾ അവർക്ക് കൊടുക്കില്ലെന്ന് ചോദിച്ചോ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർ ഏതിൻ്റെ രൂപത്തിൽ വന്നാലും, സാക്ഷരതയുടെ രൂപത്തിൽ വന്നാലും അരിവാളിനെ ഞങ്ങൾക്ക് കണ്ടാലറിയാം, ഞങ്ങൾ കോണിക്കല്ലാതെ വോട്ടും കൊടുക്കത്തില്ല എന്ന ഉമ്മ പറഞ്ഞത് ഇവിടെ ചരിത്രത്തിൽ കിടപ്പുണ്ട്. എന്തെല്ലാം രീതിയിൽ നിങ്ങൾ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു. സാക്ഷരതയുടെ കാലത്ത് ശ്രമിച്ചു, ജനകീയാസൂത്രണത്തിൻ്റെ കാലത്ത് ശ്രമിച്ചു, പ്രത്യേകം ജില്ല കൊടുത്തുകൊണ്ട് ശ്രമിച്ചു. EMSൻ്റെ കാലത്ത് ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ജില്ല കൊടുക്കേണ്ടെന്നല്ല, തീർച്ചയായും ജില്ല കൊടുക്കണം. ആ ജില്ല ഇപ്പോൾ മലപ്പുറം ജില്ല വലുതായി നിൽക്കുന്നതുകൊണ്ട് 2ആക്കാൻ പറ്റുമെങ്കിൽ 2ആക്കുകയും വേണം. അതിനകത്തൊന്നും ഒരു തർക്കമില്ല, അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ നിങ്ങൾ കൊടുക്കുമ്പോഴാണ് സംശയം. നിങ്ങൾ മലപ്പുറം ജില്ല കൊടുക്കുമ്പോൾ അതിൽ നിങ്ങൾക്കൊരു നിഗൂഢ അജണ്ട ഉണ്ടായിരുന്നു. അല്ലാതെ മലപ്പുറം ജില്ല കൊടുത്തതിന് ഒരു പരാതിയില്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നം. അത് തീർച്ചയായിട്ടും ജില്ലകൾ കൊടുക്കണം. നിങ്ങളുടെ കൊടുപ്പ്, നിങ്ങളുടെ ലക്ഷ്യം വേറെയാണ്. അതുപോലെ തന്നെ സാക്ഷരതയുടെ കാര്യം ഞാൻ പറഞ്ഞു. ജനകീയാസൂത്രണം ഇതുപോലെ ഇടിച്ചു കൊണ്ട് കയറി ഇപ്പോൾ വോട്ട് പിടിക്കാമെന്ന് പറഞ്ഞു, നടന്നില്ല. NRC വന്നപ്പോൾ ഇപ്പോൾ ഈ വിഭാഗത്തിൻ്റെ സംരക്ഷകരായി നിങ്ങൾ കോഴിക്കോടും
പിണറായി വിജയനൊക്കെ നേരിട്ട് പോയി കോഴിക്കോടും കണ്ണൂരുമൊക്കെ മുതലക്കുളം മൈതാനത്തും അവിടെ ബീച്ചിലുമൊക്കെ വലിയ യോഗങ്ങൾ നടത്തി. ആയിരക്കണക്കിന് പാവപ്പെട്ട സഹോദരങ്ങൾ വന്ന് കൈയടിച്ചു, മുസ്ലിം സഹോദരങ്ങൾ വന്ന് കൈയടിച്ചു, രക്ഷകനായി മാറി. 5 പൈസയുടെ വോട്ട് കിട്ടിയില്ല. നിങ്ങളിപ്പോൾ ഇത് അതേ തന്ത്രവുമായി ശിവൻകുട്ടി ഇറങ്ങിയിരിക്കുകയാണ്. EMS മരിച്ചുപോയി, അല്ലെ അദ്ദേഹം ഇതുപോലത്തെ തന്ത്രങ്ങൾ ഇടയ്ക്ക് പയറ്റും. ഒരു സമയത്ത് ന്യൂനപക്ഷ പ്രകടനം, അതേ സമയത്ത് ഭൂരിപക്ഷ പ്രകടനം, ഒരിക്കൽ ശ്രീനാരായണ ഗുരുവിനെ തെറി പറയും, കുറച്ചുകൂടെ കഴിയുമ്പോൾ ശ്രീനാരായണ ഗുരു നവോത്ഥാന നായകനാണെന്ന് പറയും. അങ്ങനെ ഒരു കളി കളിച്ച് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും വോട്ട് മാറി മാറി നേടുന്ന ഒരു കളി ഉണ്ടായിരുന്നു. പക്ഷേ കാലം മാറിപ്പോയി ശിവൻകുട്ടി സാറേ. ഇപ്പോൾ എല്ലാവരും എല്ലാം തിരിച്ചറിയുന്ന പുതിയ കാലത്താണ്. നിങ്ങൾ സംഘപരിവാറിനും BJPക്കും ആളെ കൂട്ടി കൊടുക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. സാധാരണ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കാത്തവരുടെ മനസ്സിൽ വളരെ സത്യസന്ധമായി മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചൊക്കെ അവർക്ക് ജാതി മതമൊക്കെ ഉണ്ട്. പക്ഷെ ഉണ്ടെങ്കിലും അവരങ്ങനെ വിശാലമായി ചിന്തിക്കാതെ അതിൻ്റെ പേരിൽ അവർ കലാപങ്ങൾ ഉണ്ടാക്കാതെ സമാധാനമായിട്ട് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മനസ്സിലും നിങ്ങൾ ഈ ബീഫ് തിയറി കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങളുണ്ടാകും. എന്തേ പോർക്കിൻ്റെ തിയറി കൊണ്ടുവന്നില്ല എന്നുള്ള ചോദ്യമുണ്ടാകും. ഈ ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമായി എന്നുള്ള എന്ത് റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 ദിവസം കൊണ്ട് SFI അത് വിഴുങ്ങി. ഇനി ഞങ്ങൾ അങ്ങനെ ക്യാമ്പസുകളിൽ ബീഫ് ഫെസ്റ്റ് നടത്തില്ല. ഞാൻ പറയുന്നത് നടത്തണം. നിങ്ങളെല്ലാ ക്യാമ്പസുകളിലും ബീഫ് ഫെസ്റ്റ് നടത്തണം, എല്ലാ സ്കൂളുകളിലും ബീഫ് ഫെസ്റ്റ് നടത്തണം. ബാലസംഘം മുതൽ നിങ്ങൾ പാർട്ടിയുടെ എല്ലാ പരിപാടിക്കും ബീഫ് ഫെസ്റ്റ് നടത്തണം. നിങ്ങൾ ബീഫ് 3 നേരവും കൊടുക്കണം. രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും ബീഫ് കൊടുക്കണം. പഠന കോൺഗ്രസ് നടത്തണം, അവിടെയും ബീഫ് കൊടുക്കണം. നിങ്ങൾ ബീഫ് അല്ലാതെ ഒരു സാധനവും കൊടുക്കരുത്. വേണമെങ്കിൽ ബെറോട്ടയും കൊടുത്തോളൂ, രാവിലെ കഴിച്ചാൽ പിന്നെ സുഖമല്ലേ. ബെറോട്ടയും ബീഫ് നിങ്ങൾ കൊടുക്കണം. മന്ത്രിസഭയ്ക്ക് ഇനി വടയും ചായയും മാറ്റിയിട്ട് ബെറോട്ടയും ബീഫും ആക്കണം. നിങ്ങളുടെ എല്ലാ പരിപാടികൾക്കും ഗസ്റ്റുമാർക്കും എല്ലാം പരിപ്പ് വടയും ഉഴുന്ന വടയൊക്കെ കൊടുക്കുന്ന പണി മതിയാക്കി 2 പീസ് ബീഫും ഒരു ബെറോട്ടയും. അങ്ങനെ ശിവൻകുട്ടിയുടെ ആഫീസിൽ ഇനി മുതൽ പോകുന്നവർക്ക് ചായയൊന്നും കിട്ടത്തില്ല, ബീഫും ബെറോട്ടയാണ് കൊടുക്കുന്നത്. അങ്ങനെ സകലവർക്കും ബീഫും ബെറോട്ടയും കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് 2 വിഭാഗത്തിൽ നിന്നും അടി കിട്ടുന്നത്. ഏതൊക്കെയെന്നറിയാവോ? 2 വിഭാഗം. ഒന്ന്, നിങ്ങൾ ആരെയാണോ പ്രീണിപ്പിക്കാൻ പോകുന്നത് ആ വിഭാഗത്തിൽ നിന്നും നിങ്ങൾക്ക് അടി കിട്ടും. ആരാണോ നിങ്ങളെ പ്രീണനം ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് വിഷമമുണ്ടാകും, അവരുടെയും അടി കിട്ടും. ഈ അടി വാങ്ങിച്ചാണ് 60 സീറ്റിൽ നിന്ന് 6 സീറ്റ് പോലുമില്ലാതെ പാർലമെൻറ്റിൽ മാറി, ഇന്ത്യയിലെ 3-4 സ്റ്റേറ്റുകൾ ഭരിച്ചിരുന്നിടത്തുനിന്ന് മാറി കടലോര പാർട്ടിയായി ഇത് നിൽക്കുന്നത്. ശിവൻകുട്ടിമാർ വാഴട്ടെ, വാഴട്ടെ എന്ന് മാത്രമല്ല വാഴ വയ്ക്കട്ടെ. ഇത് ഇടതുപക്ഷത്തിൻ്റെ അന്ത്യത്തിന്, പ്രത്യേകിച്ച് CPMൻ്റെ അന്ത്യത്തിന് നിങ്ങൾ ഇനിയും ബീഫ് ഫെസ്റ്റുകൾ നടത്തുക. ശിവൻകുട്ടി സെലക്റ്റീവായി തന്നെ പോസ്റ്ററുകൾ പ്രദർശിപ്പിക്കുക. അങ്ങനെ നിങ്ങളുടെ കാലത്ത് നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടുകൊണ്ട് മരിക്കാം.